നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് നിസ്സാരമായി കണ്ടിരുന്ന ഒരു ഫുഡായിരുന്നു അല്ലേ പഴങ്കഞ്ഞി. എന്നാൽ ഇപ്പോഴത്തെ താരവും ആ പഴങ്കഞ്ഞി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു പഴങ്കഞ്ഞി കടയിലേക്കാണ്. ഇന്നത്തെ യാത്ര നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പഴങ്കഞ്ഞി എവിടെ നിന്നാണ് കിട്ടുന്നത്, എവിടെയാണ് ലൊക്കേഷൻ, എന്തൊക്കെയാണ് പഴങ്കഞ്ഞിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് വരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കിള്ളിപ്പാലം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് നല്ല റഷാണ് കേട്ടോ, ഇതൊരു ഉച്ച സമയമാണ്. അങ്ങനെ PRS ഹോസ്പിറ്റലിൻ്റെ മുന്നെയാണ് ഈ ബൺ റോഡ് വരുന്നത്. നമ്മളിങ്ങനെ വളഞ്ഞു കയറി നേരെ പോകുമ്പോൾ ഇടത് സൈഡിലാണ് ഈ ഷോപ്പ് വരുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ റോഡ്. അങ്ങനെ ഇതാണ് മൂപ്പിലാൻസ് കിച്ചൺ, ബൺ റോഡ്, കിള്ളിപ്പാലം, തിരുവനന്തപുരം. ഇവിടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി വരുമായിരുന്നു. ഇതാണ് ഷോപ്പ് കേട്ടോ. ഞാനും മക്കളും പോകുന്നുണ്ട് ഷോപ്പിലേക്ക്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് ആ ഷോപ്പ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. ഈ രണ്ട് ചേച്ചിമാരുമാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് തരുന്നത് കേട്ടോ. ഇതാണ് പഴങ്കഞ്ഞി. സവാളയും മുടങ്കല്ലി മുളകും എല്ലാം ചേർത്ത് ഇളക്കിയ കഞ്ഞിയാണ് കേട്ടോ. ഇത് കപ്പ വേവിച്ചത് നന്നായി ഉടച്ച് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നല്ല പച്ച തേങ്ങ അരച്ച മീൻകറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഉണക്കമീൻ. വാളയാണ് ഇവരുടെ സ്പെഷ്യൽ കേട്ടോ. വാള ഉണക്കമീൻ നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഉള്ളി റോസ്റ്റ്. ഒരു രക്ഷയുമില്ല അതിൻ്റെ ടേസ്റ്റ് പറയാൻ. നെക്സ്റ്റ് വരുന്നതാണ് തൈര് കഴിഞ്ഞിട്ട് അച്ചാർ. അതിന് നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പറയുന്നതിന് മുമ്പ് തന്നെ അവർ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്ത് തന്നു കേട്ടോ. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം മൺചട്ടിയിലാണ് വിളമ്പി തരുന്നത്. അത് കാണാനും ഒരു ലുക്കാണ്, ഭക്ഷണത്തിന് സ്പെഷ്യൽ ടേസ്റ്റുമാണ് കേട്ടോ. അവരുടെ ആ മീൻ കറിയും നെക്സ്റ്റ് ഈ ഉണക്കമീൻ വിത്ത് റോസ്റ്റ്, ഉള്ളി റോസ്റ്റ്, ഒരു രക്ഷയുമില്ല. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി ഉടങ്കല്ലി മുളകും സവാളയും ഒന്നും ഈ കഞ്ഞിയിൽ എരിവ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് അവരവിടെ ടേബിളിൽ തന്നെ കാന്താരി മുളക് വെച്ചിട്ടുണ്ട്. ഈ കാന്താരി മുളക് ഉടച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടും കേട്ടോ. ഞാനെടുത്തില്ല, ഇക്ക എടുത്തായിരുന്നു കാന്താരി മുളക്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു. ആയിഷ നസ്റിൻ കഞ്ഞിയും കിഴങ്ങും തൈരും അച്ചാറും എല്ലാം കൂടെ ഇട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹെൽത്തി ഫുഡല്ലേ, ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കിട്ടി മൺചട്ടിയിൽ വിളമ്പിയ പഴങ്കഞ്ഞി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വായ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നെക്സ്റ്റ് ഇശൽ ഇരിപ്പുണ്ട്. ഇശലിന് എരിവൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ പിന്നെ മീൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ ഫ്രൈ ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല, നമ്മൾ സൈഡായിട്ട് ഓർഡർ ചെയ്യണം. അപ്പോൾ അവിടെ ഒത്തിരി മീൻ വിഭവങ്ങളുണ്ട്. നമ്മൾ വാങ്ങിയത് അയല പൊരിച്ചതായിരുന്നു. ഇശലതേ ആൻറ്റി സ്പെഷ്യലായിട്ട് കൊടുത്തതാണ്. എരിയൊന്നും കഴിക്കാത്തത് കൊണ്ട് ആളിനൊരു പാത്രത്തിൽ ഇച്ചിരി ചോറും തൈരും കിഴങ്ങും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആളെല്ലാവരും ഇളക്കി കഴിക്കുന്നത് കണ്ടിട്ട് അവൾ ഒന്ന് ഇളക്കി കഴിക്കുവാണേ. അങ്ങനെ നമ്മളെല്ലാവരും ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ആയിഷ നസ്റിൻ കഴിച്ചു. ഈ ഉണക്കമീൻ, വാള ഉണക്കമീനും ആ ഉള്ളി റോസ്റ്റും അതിൻ്റെ ടേസ്റ്റ് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത്ര നല്ല ടേസ്റ്റായിരുന്നു. ഇശൽ കഴിക്കുന്നുണ്ട്. പച്ച ചോറാണ് കഴിക്കുന്നത്, ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ആൾ. അങ്ങനെ വാപ്പിയും മോളും കൂടെ അതിൻ്റെ വെള്ളം കുടിക്കാനുള്ള തിടുക്കത്തിലാണ്. രണ്ടുപേരും മത്സരിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് എരിവൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ രണ്ട് ചേച്ചിമാരാണ്, 10 വർഷത്തെ പാരമ്പര്യമാണ് അവർക്ക് ഈ കടയിലുള്ളത്. അപ്പോൾ നമ്മൾ നല്ല സഹകരണമുള്ള രണ്ട് ചേച്ചിമാരായിരുന്നു. നമ്മൾ നല്ലപോലെ സംസാരിക്കുകയും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.